ഇന്ന് തേക്കടിക്കാണ് പോകുന്നത്. അപ്പോൾ രാവിലെ 7:30 എഴുന്നേക്കണം. ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റായിരുന്നു, പിന്നെ മടി കൊണ്ട് കിടന്നാണേ. അപ്പോൾ എഴുന്നേപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇതൊരു കൃത്രിമ വെള്ളച്ചാട്ടമാണേ. അങ്ങനെ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ദോശയായിരുന്നു കേട്ടോ. ഗസ്റ്റിന് എടുക്കുന്ന അതേ ബ്രേക്ക്ഫാസ്റ്റിനാണ് നമുക്കും തന്നത്. ഫുഡ് നല്ലതായിരുന്നു. അപ്പോൾ അവർ 11 മണിയാകുമ്പോഴേ എത്തത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ വണ്ടിയുടെ എയർ കുറവായിരുന്നു. അപ്പോൾ എയർ അടിക്കാമെന്ന് പറഞ്ഞ് ഞാൻ മൂന്നാർ ടൗണിലേക്ക് പോവാണ് കേട്ടോ. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് വണ്ടി ടയറിൽ ആണി കയറിയിട്ടുണ്ടായിരുന്നു. എവിടുന്നോ കയറിയതാണ്. അപ്പോൾ ഈ പള്ളിവാസൽ കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. ഏകദേശം നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ മൂന്നാർ ടൗണിലെത്തി. ഈ ചേട്ടനെ മറയൂർ അടുത്തുള്ളതാണ് ഈ ചേട്ടനെ. പുള്ളി ഇത്രയും പ്രായത്തിലും ജോലി ചെയ്യാനുള്ള ഒരു ഇത് കാണിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഗസ്റ്റ് വിളിച്ചു 11:30 ആയപ്പം. ഇനി നേരെ തേക്കടിക്കാണ് പോകുന്നത്. അങ്ങനെ ഞാൻ വണ്ടി എടുത്തു പാർക്കിങ്ങിൽ നിന്ന്. അവരെ കയറ്റി. ഇതിൽ മെയിൻ റോഡിൽ കയറുന്നത് തന്നെ ഒരു ടാസ്ക്കാണ് കേട്ടോ. അങ്ങനെ ഈ മലയുടെ താഴെയാണ് ഈ ഹോട്ടൽ വരുന്നത്. അതായത് കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഡ്രൈവർമാർക്കെല്ലാം അറിയാം, അരണ്യയുടെ താഴെയായിട്ട് വരും. അരണ്യയുടെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് വരും. ഞാൻ ഹോൺ അടിച്ച് പിടിച്ചാണ് വരുന്നത്. എന്നാന്ന് വെച്ചാൽ മേളിൽ നിന്നൊരു വണ്ടി താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ മൊത്തം കട്ട ബ്ലോക്കായിരിക്കും. നമുക്ക് അങ്ങോട്ടും പോകാനൊക്കത്തില്ല, ഇങ്ങോട്ടും പോകാനൊക്കത്തില്ല. അതുപോലെ അതേ സിറ്റുവേഷനാണ് അതിൽ ഇറങ്ങിപ്പോക്ക് കേട്ടോ. അവർക്ക് ജീപ്പും കാര്യങ്ങളൊന്നുമില്ല. ലഗേജും കൊണ്ട് താഴോട്ട് വരാൻ ഇല്ലെന്ന് തോന്നുന്നു. ഞാനവിടെ ഒന്നും കണ്ടില്ല കേട്ടോ. അങ്ങനെ തേക്കടി പോകുന്ന വഴിക്ക് ഗണപതി സ്റ്റാച്ചുവിനെ അവിടെ നിർത്തിയിട്ടുണ്ടേ. അവർക്ക് അവിടെ മെയിനായിട്ട് ഫോട്ടോ എടുക്കാനല്ല നിർത്തിയത്, കരിക്ക് വേണമെന്ന് പറഞ്ഞാണ് നിർത്തിയത് കേട്ടോ. അങ്ങനെ കരിക്ക് കുടിക്കാൻ വേണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ തേക്കടി എത്തിയിട്ടുണ്ട്. ബോട്ടിങ് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ ടസ്കർ കഫേയിലാണ് ഞാൻ എന്ന് വന്നാലും ഇവിടെ നിന്നാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ടസ്കർ കഫേയിൽ ചോറും ഒക്കെ കഴിച്ചു. ഇനി നേരെ പോകുന്നത് ബീച്ചിൻ്റെ അടുത്തോടാണേ. അപ്പോൾ എലിഫൻറ്റിനൊക്കെ ഭയങ്കര ക്യൂ ആയിരുന്നു. അപ്പം അവരൊരു ജീപ്പ് സവാരി എടുക്കാനുള്ള പരിപാടി ഞാൻ തോന്നുന്നു. പക്ഷേ ഞാൻ കുറച്ച് നേരം ഇതൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ നിന്ന് കേട്ടോ. അങ്ങനെ അവർ എന്നോട് പോലും പറയാതെ ജീപ്പ് എടുത്തിട്ട് പോയിട്ടുണ്ട്. എനിക്കൊന്ന് സത്രമാണെന്ന് തോന്നുന്നു പോയത്. അങ്ങനെ ജിയോ പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജിയോ ഒക്കെ പോർട്ട് ചെയ്തു. അങ്ങനെ ഷുഗർ ഒന്ന് നോക്കിയേക്കാന്ന് വെച്ചു. ഷുഗറും പ്രഷറും ഒക്കെ നോക്കി. അവിടെ തന്നെ ഒരു ചേച്ചിയുണ്ട്, ഒരു 40 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഷുഗറൊക്കെ നോക്കും. ഇത് റോബിനാണ് കേട്ടോ. അപ്പം ഇവരെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നതാണ് പറഞ്ഞത്. അപ്പം ഞാൻ അവിടെ വെച്ച് അവരെ കണ്ടാണ്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി. സ്പ്രിംഗ് വാലി റിസോർട്ടായിരുന്നു ഹോട്ടലിൻ്റെ പേര് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ പാർക്കിംഗ് ആണ് ഇത്. ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. ചുറ്റോടും കാടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് രാത്രി കിടക്കാൻ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, ഇവിടെ കിടന്നല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു പാർക്കിങ്ങിൽ. ഞാനവിടെ കിടക്കാൻ തീരുമാനിച്ചു. ഇത് ബാത്റൂമൊക്കെ നീറ്റായിരുന്നു കേട്ടോ. നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു ബാത്റൂം, വാഷ്റൂമൊക്കെ. അങ്ങനെ ഞാൻ നൈറ്റ് ഫുഡ് പോയി കഴിച്ചു കേട്ടോ. അവരെ ബാറിൽ കൊണ്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ 8 മണിയായപ്പം ബാറിൽ കൊണ്ട് വിട്ടാണ്. 1 മണിക്കൂർ കൊണ്ട് ഇറങ്ങാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അവർ ഇറങ്ങി വന്നപ്പം 10:30 എങ്ങാണ്ടായി. അപ്പം നമുക്ക് അതുവരെ ഉറക്കളച്ച് അവിടെ കാത്തിരിക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ തന്നെ എൻ്റെ വീഡിയോ തന്നെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 10:30 ആയപ്പോഴത്തേന് അവരെത്തിയിട്ടുണ്ട്. ഇനി നേരെ കിടക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ.